നമസ്കാരം. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ ഒരു പൂർണ്ണ തോതിലുള്ള കരയുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകൾ അതീവ ഗൗരവത്തോടെയാണ് ആഗോള സമൂഹം വീക്ഷിക്കുന്നത്. ഇറാൻ കേവലം ഒരു പ്രതിരോധ നിര തീർക്കുകയല്ല, മറിച്ച് ദീർഘകാലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്ത ഒരു സൈനിക മുന്നേറ്റത്തിൻ്റെ നിർണായക ഘട്ടത്തിലാണ് എന്നത് വ്യക്തമാണ്. പതിറ്റാണ്ടുകളായി തങ്ങൾ കെട്ടിപ്പടുത്ത സൈനിക സന്നാഹങ്ങൾ ഒരൊറ്റ പോർമുഖത്തെ കേന്ദ്രീകരിക്കുന്നതിന് പകരം ശത്രുവിനെ നാനാഭാഗത്തു നിന്നും വളയുന്ന മൾട്ടിപ്പിൾ ബാറ്റിൽ ഫീൽഡ് എന്ന തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ പ്രായോഗികമാക്കുന്നത്. ഇത് കേവലം വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമല്ല, മറിച്ച് 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ അമേരിക്കൻ വിരുദ്ധതയിൽ അധിഷ്ഠിതമായി രൂപപ്പെടുത്തിയെടുത്ത സൈനിക സിദ്ധാന്തത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തുടർച്ചയാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാൻ്റെ സൈനിക ശേഷിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ അമ്പരപ്പിക്കുന്ന ആൾബലം തന്നെയാണ്. 10 ലക്ഷത്തോളം വരുന്ന സന്നദ്ധ സൈനികരെ ഏതു നിമിഷവും യുദ്ധക്കളത്തിലേക്ക് വിന്യസിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ ഇവിടെ അവകാശപ്പെടുമ്പോൾ അത് വെറും ഒരു ഭീഷണിയായിട്ട് തള്ളിക്കളയാനായിട്ട് അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഇസ്രയേലിനോ സാധിക്കില്ല. ഏകദേശം 5,75,000 വരുന്ന സ്ഥിരം സൈനികരും 2 ലക്ഷത്തിലധികം വരുന്ന റിസർവ് സേനയും ഇറാൻ്റെ കരുത്താണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇസ്രായേലിനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ഇറാൻ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ആൾബലം കൊണ്ട ശത്രുവിനെ ശ്വാസം മുട്ടിക്കുക എന്ന തന്ത്രമായിരിക്കും ഇവിടെ സ്വീകരിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായിട്ട് മനുഷ്യ ഉപശേഷിയെ ഒരു കവചമായിട്ട് ഉപയോഗിക്കാൻ ഇറാന് കഴിയുമെന്നത് കരയുദ്ധത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്ന ഘടകമാണ്. യുദ്ധത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഇറാൻ പുറത്തെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സൈനിക തന്ത്രമാണ്. കാസിം, ബാസിർ, ഇമാദ്, ഫത്ത-2 തുടങ്ങിയ അതിനൂതന ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോഴും ഇറാൻ്റെ രഹസ്യ താവളങ്ങളിൽ സുരക്ഷിതമാണ്. ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തളർത്താൻ വേണ്ടിയിട്ട് താരതമ്യേന കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും ഉപയോഗിച്ച് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുക എന്നതാണ് ഇവരുടെ ശൈലി. ഇസ്രായേലിൻ്റെ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് തുടങ്ങിയ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ചെറിയ ആക്രമണങ്ങളെ ചെറുക്കാൻ വലിയ തുക ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ശത്രുവിൻ്റെ പ്രതിരോധ ശേഷി സാമ്പത്തികമായും സാങ്കേതികമായിട്ടും ക്ഷയിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇറാൻ തങ്ങളുടെ പ്രകടശേഷിയുള്ള മിസൈലുകളൊക്കെ തന്നെ പ്രയോഗിക്കുകയുള്ളൂ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇറാൻ്റെ നിഴൽ സൈന്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്നുണ്ട്. ലബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെ സൈനിക വിഭാഗങ്ങൾ എന്നിവരെല്ലാം തന്നെ ഇറാൻ്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുടെയൊക്കെ തന്നെ ഭാഗമാണ്. ഇസ്രയേലിനെ വടക്കു നിന്നും തെക്കു നിന്നും ഒരേ സമയം ആക്രമിക്കാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചെങ്കടലിൽ സ്വാധീനമുറപ്പിച്ച ഹൂതികൾ ഇറാൻ്റെ ഒരു പ്രധാന ചതുരംഗ കരുവാണെന്ന് പറയാം. പ്രവാചക പരമ്പരയിൽ വിശ്വസിക്കുന്ന ഈ ഗോത്രവർഗ വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ പാതകളിൽ സമ്മർദ്ദം ചെലുത്താനും ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കാനും ഇറാന് സാധിക്കുന്നുണ്ട്. ഇത് കേവലം പ്രാദേശികമായ ഒരു പോരാട്ടമല്ല, മറിച്ച് ആഗോളതലത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ഇറാൻ്റെ ശ്രമങ്ങളുടെയൊക്കെ തന്നെ ഒരു ഭാഗമാണ്. ഇറാൻ്റെ സൈനിക ഘടനയിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. രാജ്യത്തിൻ്റെ സൈനിക മേഖലയിൽ മാത്രമല്ല, സാമ്പത്തികം, വിദ്യാഭ്യാസം, കൃഷി, ആരോഗ്യരംഗം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും IRGCക്ക് നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട്. അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാൻ്റെ ഈ ഭരണക്രമം തകർക്കുക എന്നതാണെങ്കിലും അത്തരമൊരു മാറ്റം ഒരു കരയുദ്ധത്തിലൂടെ മാത്രമേ സാധ്യമാകൂവെന്ന് അവർക്കറിയാം. എന്നാൽ IRGCയുടെ നേതൃനിരയിലുള്ളവർ കൊല്ലപ്പെട്ടാലും പകരം വരാനായിട്ട് 3-4 നിര നേതൃത്വങ്ങളെ ഇറാൻ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പരമോന്നത നേതാവ് പോലും വധിക്കപ്പെട്ടാലും യുദ്ധം നിലയ്ക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു ഭരണ സൈനിക ചട്ടക്കൂടാണ് ഇറാൻ അവിടെ വികസിപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരയുദ്ധം എന്നത് അത് നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടമാണ്. കേവലം 90 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യത്തിന് ഇറാൻ്റെ കൂറ്റൻ സേനയെ നേരിടുക എന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഇസ്രയേലിൻ്റെ സൈനിക ബലം അവരുടെ ആൾബലത്തിലല്ല, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയിലും കൃത്യതയാർന്ന ആയുധങ്ങളിലുമാണ്. എന്നാൽ ആകാശത്തു നിന്നുള്ള പിന്തുണയില്ലാതെ ഒരു കരയുദ്ധം ജയിക്കുക അസാധ്യമാണ്. ഇവിടെയാണ് അമേരിക്കയുടെ പങ്ക് ഏറെ നിർണായകമാകുന്നത്. അമേരിക്കയുടെ സാറ്റലൈറ്റ് വിവരങ്ങളും അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് ബാക്കപ്പും ഇസ്രയേലിന് കരുത്ത് പകർത്തുമ്പോൾ മറുവശത്ത് റഷ്യയും ചൈനയും നൽകുന്ന രഹസ്യ വിവരങ്ങളൊക്കെ തന്നെ ഇറാന് തുണയായി മാറുന്നുണ്ട്. സൈനിക ചേരിതിരിവ് ലോകമഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഇറാൻ്റെ മിസൈൽ ശേഖരത്തെക്കുറിച്ചുള്ള നിഗൂഢതകളൊക്കെ തന്നെ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളെ പോലും ഇപ്പോൾ കുഴപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഭൂരിഭാഗം മിസൈലുകളും വിക്ഷേപണ തറകളും മലനിരകൾക്കുള്ളിലെ ഗുഹകളിലും ആഴത്തിലുള്ള ടണലുകളിലുമാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണങ്ങൾ വഴി ഇവയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക അസാധ്യമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. പല മിസൈൽ ലോഞ്ചറുകളും വലിയ ട്രക്കുകളിൽ ഘടിപ്പിച്ചവയായതിനാൽ തന്നെ അവ നിരന്തരം ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ലോഞ്ചറുകളെ കണ്ടെത്താനായിട്ട് സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായിട്ട്
മനുഷ്യചാരന്മാരുടെയൊക്കെ തന്നെ സഹായം അവിടെ വളരെ ആവശ്യമാണ്. ഈ വെല്ലുവിളി നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇറാൻ്റെ മണ്ണിലേക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള അധിനിവേശത്തിന് അമേരിക്ക ഇപ്പോൾ മടിക്കുന്നത്. ആണവായുധ ശേഷി എന്ന വിഷയമാണ് ഈ സംഘർഷത്തിലെ ഏറ്റവും ഭയാനകമായിട്ടുള്ള മറ്റൊരു ഘടകം. ഇറാൻ്റെ പക്കൽ ഏകദേശം 425 കിലോയോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെയൊക്കെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 60% വരെ മാത്രമേ സമ്പുഷ്ടീകരണം നടന്നിട്ടുള്ളൂ എങ്കിലും അത് 90%-ലേക്ക് എത്തിക്കാൻ ഇറാന് വലിയ പ്രയാസമില്ലെന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. 10 ഹിറോഷിമ ടൈപ്പ് ബോംബുകളൊക്കെ തന്നെ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറാൻ്റെ കൈവശമുണ്ടെന്ന് കരുതപ്പെടുന്നു. അത്തരമൊരു മാരകായുധം ഒരു മിസൈൽ ഘടിപ്പിച്ച് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചാൽ ആ രാജ്യം ഭൂമുഖത്തു നിന്ന് തന്നെ അപ്രത്യക്ഷമായേക്കാം. ഈ ഒരു സാധ്യതയാണ് ലോകത്തെ മുഴുവൻ ഇപ്പോൾ മുൾമുനയിൽ നിർത്തുന്നത്. ഭൂപ്രകൃതിയും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ഇറാന് യുദ്ധത്തിൽ വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. വിശാലമായിട്ടുള്ള മലനിരകളും കടൽ തീരങ്ങളും ഒളിപ്പോരിന് അനുയോജ്യമായിട്ടുള്ള ഭൂപ്രകൃതിയുമാണ് ഇറാനിലുള്ളത്. പേർഷ്യൻ ഗൾഫിലെ സ്രാവുകൾ അമേരിക്കൻ സൈനികരുടെ ശരീരങ്ങൾ ഭക്ഷിക്കുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പ് ഒരു മനഃശാസ്ത്ര യുദ്ധത്തിൻ്റെ ഭാഗം കൂടിയാണ്. കടലിൽ നിന്നും അതോടൊപ്പം തന്നെ കരയിൽ നിന്നുമൊക്കെ തന്നെ ഒരേ സമയം ആക്രമണം നേരിടേണ്ടി വരുമെന്ന ഭീതി ശത്രു സൈന്യത്തിൽ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലാണ് എന്നത് ആഗോള എണ്ണ വിപണിയെ തന്നെ ഒന്നടങ്കം നിയന്ത്രിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നു. യുദ്ധം മുറുകിയാൽ ഈ പാത അടയ്ക്കുന്നത് അത് ലോകരാജ്യങ്ങളെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുന്നതായിരിക്കും. ഹമാസ് എന്ന സംഘടനയുടെ ഉദയത്തെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു വശമാണ്. യാസർ അറാഫത്തിൻ്റെ PLOയ്ക്ക് ബദലായിട്ട് ഇസ്രായേൽ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വിഭാഗമായിരുന്നു ഹമാസ് എന്നത് ഒരു വൈരുദ്ധ്യമാണ്. എന്നാൽ പിന്നീട് ഈ സംഘടന ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിന് പുറത്തു പോവുകയും ഇറാൻ്റെ പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സൈനിക സഹായം കൈപ്പറ്റുകയും ചെയ്തു. ഇസ്രായേലിനെ അസ്ഥിരപ്പെടുത്താനായിട്ട് വടക്ക് ഹിസ്ബുള്ളയെയും അതോടൊപ്പം തന്നെ തെക്ക് ഹമാസിനെയും ഇറാൻ വളരെ കൃത്യമായി തന്നെ ഉപയോഗിക്കുകയാണ്. ഈ തന്ത്രം അത് ഇസ്രായേലിൻ്റെ സൈനിക ശ്രദ്ധ പലയിടങ്ങളിലേക്ക് ചിതറിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പോർമുഖത്തും ഇസ്രായേലിന് വലിയ തോതിൽ സൈനികരെ വിന്യസിക്കേണ്ടി വരുന്നത് അവരെ തന്നെ തളർത്തുന്നുണ്ട്. ഏതായാലും യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്നത് തങ്ങൾ തീരുമാനിക്കുമെന്ന ഇറാൻ്റെ പ്രഖ്യാപനം ഒരു ദീർഘകാല യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ നേതാക്കൾ കൊല്ലപ്പെട്ടേക്കാമെന്ന് അവർ മുൻകൂട്ടി കാണുന്നു. അതുകൊണ്ടാണ് ഒന്നാം നിരയും രണ്ടാം നിരയും തകർന്നാൽ യുദ്ധം നയിക്കാൻ മൂന്നാം നിര നേതൃത്വത്തെ അവർ സജ്ജമാക്കിയിരിക്കുന്നത്. ഒരു ഭരണകൂടം എന്നതിലുപരിയായിട്ട് ഒരു ആശയമായി പടരാനാണ് ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് അമേരിക്കൻ സൈനിക തന്ത്രജ്ഞർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ്. കാരണം സൈനികരെ തോൽപ്പിക്കുന്നത് പോലെ എളുപ്പമല്ല ഒരു പ്രത്യയ ശാസ്ത്രത്തെ ഇവിടെ തോൽപ്പിക്കുക എന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മടിച്ചു നിൽക്കൽ അത് ഇറാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ഭയത്തേക്കാൾ ഉപരിയായിട്ട് ഈ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ്. കരയുദ്ധം എന്നത് വിയറ്റ്നാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തെക്കാളൊക്കെ വലിയൊരു കെണിയായിട്ട് ഇവിടെ മാറുമെന്ന് പെൻറ്റഗണും ഭയപ്പെടുന്നു. കാരണം ഇറാൻ്റെ മണ്ണിൽ കാല് കുത്തുന്നത് എളുപ്പമായിരിക്കാം, എന്നാൽ അവിടെ നിന്ന് തിരിച്ചു പോവുക എന്നത് അസാധ്യമായിരിക്കും. ഇറാൻ്റെ സൈനിക സാങ്കേതിക വിദ്യ റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെ വലിയ തോതിൽ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകളുടെയൊക്കെ തന്നെ ശേഖരം തങ്ങൾക്കുണ്ടെന്ന ഇറാൻ്റെ അവകാശവാദം അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് പോലും പേർഷ്യൻ ഗൾഫിൽ സുരക്ഷിതമായിരിക്കാനായിട്ട് കഴിയില്ല. ഇറാൻ്റെ സാമ്പത്തിക മേഖല വർഷങ്ങളായിട്ട് ഉപരോധങ്ങൾക്ക് നടുവിലാണ്. എന്നിട്ടും അവർ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് ഇവിടെ അത്ഭുതകരമാണ്. സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് മിസൈലുകളും അതോടൊപ്പം തന്നെ ഡ്രോണുകളുമൊക്കെ തന്നെ നിർമ്മിക്കുന്നതിൽ ഇറാൻ കൈവരിച്ച പുരോഗതി ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിക്കാതെ തന്നെ ദീർഘകാലം യുദ്ധം ചെയ്യാനുള്ള ശേഷി അവർ നേടിയെടുത്തിട്ടുണ്ട്. ഇത് ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാമെന്ന പാശ്ചാത്യ ധാരണയെ തിരുത്തി കുറിക്കുന്നതാണ്. സൈനിക ബലത്തിൽ ഗുണമേന്മയേക്കാൾ അളവിന് മുൻഗണന നൽകുന്ന ഇറാൻ്റെ ആ ഒരു ശൈലി ഒരു വലിയ സൈനിക ശക്തിയെ നേരിടുമ്പോൾ ഒരുപക്ഷെ ഫലപ്രദമായേക്കാം. യുദ്ധം നടന്നാൽ ഉണ്ടാകാൻ പോകുന്ന മാനുഷിക ദുരന്തം അത് ഭയാനകരമായിരിക്കും. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളും ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. UAE അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയില്ല. നിരപരാധികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് അപകടത്തിലാക്കുന്ന ഒരു ആണവ ദുരന്തത്തിലേക്ക് ഈ മേഖല നീങ്ങുമോ എന്ന പേടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഫിസിക്കൽ ഓപ്പറേഷനിലൂടെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കമാൻഡോകളെ അയക്കുക എന്നത് തീർച്ചയായിട്ടും വലിയൊരു റിസ്ക്കാണ്. അപ്പോൾ അത്തരമൊരു നീക്കം പരാജയപ്പെട്ടാൽ അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള തിരിച്ചടിക്ക് കാരണമായി മാറും. അങ്ങനെ ലോകത്തിൻ്റെ സമാധാനം തന്നെ ഒരു നൂൽപ്പാലത്തിലാണ് എന്ന് ചുരുക്കമാണ്. അവസാനമായിട്ട് ഈ യുദ്ധം എന്തിനു വേണ്ടി എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ്. ഇറാൻ ആഗ്രഹിക്കുന്നത് ഹോർമുസ് കടലിടുക്കിൻ്റെയും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുടെയും മേൽക്കോയ്മയാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാൻ്റെ നിലവിലെ ഭരണകൂടത്തെ മാറ്റി
തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി അവിടെ കൊണ്ടുവരിക എന്നതാണ്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ അത് നേടാനുള്ള ആ ഒരു ശ്രമത്തിൽ ഇരുപക്ഷത്തും വലിയ തോതിൽ ജീവഹാനി സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ യുദ്ധം അവസാനിക്കുമ്പോൾ ആർക്കും ഒന്നും നേടാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. ഇത്രയും വലിയ സൈനിക സന്നാഹങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടും ഒരു ഒത്തുതീർപ്പിലൂടെയോ അല്ലെങ്കിൽ സമാധാന കരാറിലൂടെയോ മാത്രമേ ഇതിനെ ഇനി പരിഹാരം കാണാൻ കഴിയൂ എന്ന് കരുതുന്നവരും കുറവല്ല. കരയുദ്ധമെന്നത് ഇരുവശത്തും സർവനാശം മാത്രം വിതയ്ക്കുന്ന ഒന്നായിട്ട് തീർച്ചയായിട്ടും ചരിത്രം അടയാളപ്പെടുത്തിയേക്കാം.